ഗുഡ് ആഫ്റ്റർനൂൺ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി. അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ആത്മാർത്ഥമായി സ്നേഹിച്ച ഷാരോണിനോട് ഗ്രീഷ്മ കാട്ടിയത് അതിക്രൂരമായ വിശ്വാസവഞ്ചന. വിധി കേട്ട് നിർവികാരയായി ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ് ഷാരോണിന്റെ മാതാപിതാക്കൾ. ഷാരോൺ വധക്കേസിൽ അന്വേഷണ സംഘത്തിന് കോടതിയുടെ പ്രശംസ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികവാർന്ന അന്വേഷണമെന്ന് കോടതി. വെല്ലുവിളികളെ അതിജീവിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഡി ശില്പ IPS. പോലീസ് സഞ്ചരിച്ചത് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തോടെയെന്ന് കേസ് അന്വേഷിച്ച DYSP KJ ജോൺസൺ. മാതൃകാപരമായ ശിക്ഷയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിൽ വിധി അല്പസമയത്തിനകം. പ്രതി സഞ്ജയ് റോയിയെ സീൽദാർ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. മകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ. മകനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും എതിർപ്പില്ലെന്ന് പ്രതിയുടെ മാതാവ്. വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ പ്രമേയവുമായി പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത്. ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. പഞ്ചായത്ത് ഓഫീസിലേക്കും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും BJPയുടെ പ്രതിഷേധ മാർച്ച്. വിഷയം നിയമസഭയിൽ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം. സഭയിൽ കാണാം എന്ന നിലപാടിൽ എക്സൈസ് മന്ത്രി. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിലെ US ക്യാപിറ്റോളിൽ. വൈസ് പ്രസിഡന്റായി JD വാൻസും അധികാരമേൽക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നത് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാനയാക്രമണം. തലത്തുത്തക്കാവ് സ്വദേശി ശിവാനന്ദന് നട്ടെല്ലിന് പരിക്ക്. ആക്രമണം റബ്ബർ ടാപ്പിംഗിനിടെ. ഇടുക്കി കുറ്റിയാർവാലിയിൽ വാഹനങ്ങൾ തടഞ്ഞ് പടയപ്പ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്ത്. ഡെപ്യൂട്ടി റേഞ്ചർമാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ ഭീതി പരത്തി കാട്ടുകൊമ്പൻ. കൂത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസ് ഹൈക്കോടതിയിലേക്ക്. പോലീസ് സുരക്ഷ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ്. തന്നെ വലിച്ചിഴച്ചിട്ടും പോലീസ് നോക്കി നിന്നുവെന്ന് കൌൺസിലർ കലാരാജു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. UDF-ന്റേത് രാഷ്ട്രീയ കുതിരക്കച്ചവടമെന്ന് CPIM. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ആരോപണ വിധേയനായ മൂവാറ്റുപുഴ DYSP-യെ ചുമതലയിൽ നിന്ന് മാറ്റി. അന്വേഷണ ചുമതല ആലുവ DYSP-ക്ക്. ഉത്തരവിറക്കി എറണാകുളം റൂറൽ SP. മുനമ്പം സമരം ഇന്ന് 100ാം ദിവസത്തിൽ. സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിനായി ഒരു ജനതയുടെ പോരാട്ടം. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അനുകൂല റിപ്പോർട്ട് നൽകുമെന്ന പ്രതീക്ഷയിൽ മുനമ്പത്തുകാർ. പ്രതിഷേധം 100 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി രാപ്പകൽ സമരം. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ഭിന്നത തുടരുന്നതിനിടെ സഞ്ജു സാംസനെ ലക്ഷ്യമിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ. ടീമിൽ ഉൾപ്പെടുത്താമെന്ന് തമിഴ്നാട്, രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ വാഗ്ദാനം. സഞ്ജുവിന്റെ നിലപാട് നിർണായകം. 24 എക്സ്ക്ലൂസീവ്. പറവൂർ ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതു ജയനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ വിധി ഇന്ന്. 5 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ്. പ്രതി ഋതു ജയന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ കസ്റ്റഡിയിൽ ഉള്ളവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രതികളായ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, മുൻ ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരായി. ബത്തേരി DYSP ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് 9-അംഗ സംഘം. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും അടങ്ങുന്ന സംയുക്ത സംഘമാണ് കേസ് അന്വേഷിക്കുക. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരുക്ക്. ഇന്നലെ രാത്രി കോട്ടയം പാലായിൽ വെച്ചായിരുന്നു അപകടം. സംഭവത്തെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന KPCC നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം മാറ്റി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കാലുകളിൽ മുറിവുണ്ട്.
മുറിവ് പ്രമേഹത്തെ തുടർന്നുള്ളത്. ഹൃദയ വാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടെന്നും മരണകാരണം ഇതാണോ എന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നടത്തിപ്പിൽ കോട്ടയം നഗരസഭയ്ക്ക് വൻ വീഴ്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതം ഏറ്റവും കുറവ് ചെലവഴിച്ചത് കോട്ടയം നഗരസഭ. ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികൾ പോലും നടപ്പാക്കിയില്ലെന്ന് വിമർശനം. നഗരസഭയിൽ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ മാർച്ച് നടത്തി LDF. കോട്ടയത്ത് ഓൺലൈൻ തട്ടിപ്പിലൂടെ വൈദികന് 1,41,00,000 രൂപ നഷ്ടമായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രമുഖ കമ്പനിയുടെ വ്യാജ ഓൺലൈൻ ആപ്പ് ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. ആപ്ലിക്കേഷന്റെ പ്രവർത്തനം ഒറിജിനൽ എന്ന് തോന്നിക്കും വിധം. നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ പ്രതി ഇന്ത്യയിലേക്ക് കടന്നത് മാൾഡ അതിർത്തി വഴി. അതിർത്തി കടക്കാൻ ഏജന്റ് സഹായിച്ചു. നടന്റെ വീടാണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്ന് പ്രതിയുടെ മൊഴി. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്താനിരുന്ന ചർച്ച മാറ്റി. ചർച്ച തീരുമാനിച്ചിരുന്നത് പ്രതിഷേധം നടത്തിയ 21 വൈദികരുമായി. ചർച്ച മാറ്റിയത് മാർ ജോസഫ് പാംപ്ലാനിയുടെ അസൗകര്യത്തെ തുടർന്ന്. വാളയാർ കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ MJ സോജന് ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനത്തിന് എതിരെ പെൺകുട്ടികളുടെ മാതാവ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തിയ ഉപവാസം അവസാനിപ്പിച്ചു. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൈക്കുഞ്ഞിന്റെ തുടയിൽ നിന്ന് ചെയ്യാൻ സൂചി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൈക്കുഞ്ഞിന്റെ തുടയിൽ നിന്ന് സൂചി കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി കുടുംബം. കുട്ടിയുടെ പിതാവ് ശ്രീജുവാണ് പരിയാരം പോലീസിൽ പരാതി നൽകിയത്. തോമസ് ഐസക്കിനെ കേരള നോളജ് മിഷൻ ഉപദേശകനായി നിയമിച്ചതിനെതിരെയായി പൊതുതാൽപര്യ ഹർജിയിൽ ഹർജിക്കാരനെതിരെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി. നവാസ് പായിച്ചിറയ്ക്കെതിരെ അന്വേഷണത്തിന് ശുപാർശ. പരാതിക്കാരൻ ആരെന്ന് അന്വേഷിച്ച് അറിയിക്കണമെന്ന് സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം കേരളത്തിലെന്ന് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷം കേരളത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചത് 66 പേരെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ. തൃശൂർ കുന്നംകുളം വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പെന്ന് പരാതി. നിക്ഷേപകരിൽ നിന്ന് 50 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ കുന്നംകുളം തൃശൂർ റോഡിലെ സൊസൈറ്റി ഓഫീസ് ഉപരോധിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ലിസ ജോണിനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം സ്വദേശിയായ PG വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന സംഭവത്തിലാണ് നടപടി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിലാണ് സർക്കാരിന്റെ നടപടി. എറണാകുളം വാഴക്കുളത്ത് സ്കൂൾ ബസ്സിന് തീപിടിച്ചു. സെയിന്റ് തെരേസസ് ഹൈസ്കൂളിലെ ബസ്സിനാണ് തീപിടിച്ചത്. പുക ഉയർന്നത് കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തി കുട്ടികളെ മാറ്റിയതിനാൽ അപകടമൊഴിവായി. കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതക കേസിൽ പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകും. താമരശ്ശേരി കോടതിയിലാണ് അപേക്ഷ നൽകുക. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം. റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി GR അനിലുമായി ചർച്ചയിൽ തീരുമാനമായില്ല. പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വേതന പരിഷ്കരണം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി GR അനിൽ. എറണാകുളം അങ്കമാലിയിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് പൗരനെ ചോദ്യം ചെയ്യലിനായി SP ഓഫീസിൽ എത്തിച്ചു. ദിൽവാർ ഹുസൈൻ എന്ന ബംഗ്ലാദേശി പൗരനെയാണ് പോലീസ് പിടികൂടിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 20-ലധികം ബംഗ്ലാദേശ് പൗരന്മാർ ഉണ്ടെന്ന് പോലീസ്. തിരുവനന്തപുരം കിളിമാനൂരിൽ ലഹരിക്കടിമയായ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. കിളിമാനൂർ പൊരുന്തമൺ സ്വദേശി ഹരികുമാറാണ് മരിച്ചത്. മകൻ ആദിത്യകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മാതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കണ്ണൂർ തയ്യിൽ സ്വദേശിനി ശരണ്യ. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിച്ചുകയറി യുവാവ് മരിച്ചു. മണലി സ്വദേശി എബിനാണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വാഹനാപകടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരി മരിച്ചു.
എറണാകുളം പ്രസ് ക്ലബ്ബ് ജനുവരി 26 സംഘടിപ്പിക്കുന്ന കുടുംബമേളയോടനുബന്ധിച്ച് സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് പുറമെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. TJ വിനോദ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കണ്ടനാട് MGM പബ്ലിക് സ്കൂളിന്റെ 14ാമത് വാർഷികം ആഘോഷിച്ചു. കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ P. രാജകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത പിന്നണി ഗായിക ചിത്ര അരുൺ ആശംസകൾ അറിയിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ദേശധ്വനിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മംഗലപ്പുഴ അബ്ദുൽ കലാം പാർക്കിൽ MT P. ജയേന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കവി വേണു V. ദേശം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകനായിരുന്ന S. കൃഷ്ണൻകുട്ടി, സുഭാഷ് ചന്ദ്രൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. കോഴിക്കോട് തലയാട് കാന്തലാട് വില്ലേജിലെ മലയോര മേഖലയിൽ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് എടത്താട്ടിൽ മാധവൻ മാസ്റ്റർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. CPI മാള മണ്ഡലം മുൻ സെക്രട്ടറി, CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ, താഴെക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ തൃശൂർ ജില്ലാ കൌൺസിൽ അംഗമാണ്. മൃതദേഹം നാളെ തൃശൂർ മെഡിക്കൽ കോളേജിന് കൈമാറും. തിരുവനന്തപുരം പെരുമാതുറയിൽ കുട്ടികളുമായി പോയ സ്കൂൾ ബസ് തടഞ്ഞ് നാട്ടുകാർ. ബസ് തടഞ്ഞത് കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലെ ബസ്സാണ് തടഞ്ഞത്. കോഴിക്കോട് കാക്കൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിടികൂടിയത് 4 പ്രതികളെ. ഇടുക്കി കുട്ടിക്കാണത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുറിഞ്ഞപുഴ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മാള കോട്ടമുറിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കൊല്ലം മുഖത്തലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയർന്നത് കണ്ടതോടെ ഡ്രൈവർ കാറിൽ നിന്ന് ഇറങ്ങി. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. കൊല്ലം ഇരവിപുരത്ത് ബന്ധുക്കൾ ചേർന്ന് യുവതിയെ മർദ്ദിച്ചെന്ന പരാതി. ബന്ധുക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്തു. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ ഭീതി പരത്തി കാട്ടുകൊമ്പൻ. മണൽ എറിഞ്ഞുകൊണ്ട് കാട്ടുകൊമ്പൻ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കരുളായി വനത്തിൽ ഒരാഴ്ചക്കിടെ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2 പേർ. നോക്കാം പ്രധാന അറിയിപ്പുകൾ. എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ പ്രോജക്ട് എഞ്ചിനീയർ തസ്തികകളിൽ ഒഴിവ്. യോഗ്യത സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും 10 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 25-നകം അഭിമുഖത്തിന് ഹാജരാകണം. തൃശൂർ ജില്ലയിലെ ആരോഗ്യ വകുപ്പിൽ ഡോക്ടേഴ്സിന്റെ താൽക്കാലിക ഒഴിവ്. MBBS ബിരുദവും കൌൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 28-നകം രജിസ്റ്റർ ചെയ്യണം. തിരുവനന്തപുരം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിൽ സിസ്റ്റം മാനേജർ, സീനിയർ സൂപ്രണ്ട്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ ഡെപ്യൂട്ടേഷൻ നിയമനം. സംസ്ഥാന സർക്കാർ സർവീസിലോ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ തത്തുല്യ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം. അസാപ് കേരള പെരുമ്പാവൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം 12 മാസത്തേക്ക്. ദേശീയ വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഡോക്യുമെന്ററി പുറത്തിറക്കി ആം ആദ്മി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിൽ പോയതുമായി ബന്ധപ്പെട്ടാണ് ഡോക്യുമെന്ററി പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത്. ബീഹാറിലെ ചമ്പാരനിൽ വ്യാജമദ്യം കഴിച്ച് 7 പേർ മരിച്ചെന്ന് ആരോപണം. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം തുടങ്ങി. അഗ്നിസുരക്ഷാ മാർഗനിർദ്ദേശം പുറത്തിറക്കി ഉത്തർപ്രദേശ് സർക്കാർ. തീപിടുത്തമുണ്ടായാൽ ലോക്കൽ പോലീസിനെയും അഗ്നിരക്ഷാസേനയും ബന്ധപ്പെടാൻ ഫോൺ നമ്പറുകൾ തയ്യാറാക്കി. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെ തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിലാണ് നടപടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ അധിക്ഷേപ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം. വിചാരണ കോടതി നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അമിത്ഷാ കൊലക്കേസ് പ്രതിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു കേസ്. വഖഫ് ഭേദഗതി ബില്ലിലെ JPC റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. എല്ലാവരുമായി സമവായത്തിലെത്തി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയും എന്ന് JPC ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. ജമ്മുകശ്മീർ ബാരാമുള്ള സോപ്പൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ജവാന് പരിക്ക്. പതിവ് പരിശോധനയ്ക്കിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ വീടിനുള്ളിൽ കയറിയ കാട്ടാന അടുക്കള തകർത്തു.
പെരിയാനിക്കം പാളയം ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്നാണ് സംഭവം. 3 ദിവസം മുൻപ് ഇവിടെ കാട്ടാന ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. പരന്തൂർ വിമാനത്താവള നിർമ്മാണത്തിനെതിരെ സമരം ചെയ്യുന്നവരെ കാണാൻ നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയ്ക്ക് അനുമതി നൽകി തമിഴ്നാട് പോലീസ്. അനുമതി സമരപ്പന്തലിന് പകരം ഓഡിറ്റോറിയത്തിൽ കൂടിക്കാഴ്ച നടത്താൻ. രാജ്യാന്തര വാർത്ത. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റെടുക്കുന്നതിന് മുൻപ് അമേരിക്കൻ സൈന്യത്തിന് മേൽ പ്രഹരമേൽപ്പിച്ച് റഷ്യൻ സൈന്യം നേറ്റോ F-16 യുദ്ധവിമാനത്തിന്റെ പ്രധാന പൈലറ്റിനെ കൊലപ്പെടുത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വിജയ റാലി സംഘടിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടൺ അരീനയിൽ നടന്ന റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ടിക്ടോക്ക് നിരോധനം നീക്കുന്നതുൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ട്രംപ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ജപ്പാന്റെ വിദേശകാര്യമന്ത്രി തക്കേഷി ഇവായയുമായി വാഷിംഗ്ടൺ DC-യിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് S. ജയശങ്കർ. 30 ലക്ഷം തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കാൻ മൊറോക്കോ. 2030 ലോകകപ്പിന് മുന്നോടിയായാണ് നടപടി. തായ്വാനെ ആശങ്കയിലാക്കി ചൈന. ദ്വീപിന് ചുറ്റും 9 ചൈനീസ് വിമാനങ്ങളും 6 നാവിക കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ എയർലൈനായി എയർ ന്യൂസിലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്ട്രേലിയയുടെ ക്വാണ്ടാസ് 2ാം സ്ഥാനത്ത്. എയർലൈൻ റേറ്റിംഗ്സ് എന്ന വെബ്സൈറ്റാണ് ഈ പട്ടിക പുറത്തുവിട്ടത്. ഗസ നിവാസികൾക്ക് ദുരിതാശ്വാസ സഹായം നൽകുന്നതിനായി ഓപ്പറേഷൻ ഷിവറൽസ് നൈറ്റ് 3 ആരംഭിച്ച് അബുദാബി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് മാനുഷിക ഉടമ്പടിയുടെ പ്രഖ്യാപനവും നടത്തും. റിയാദിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജിയോളജിക്കൽ സർവേ യോഗത്തിൽ UAE പങ്കെടുത്തു. ഖനന മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കൊളംബിയയിലെ വിമത സംഘർഷത്തിൽ മരണം 80 കടന്നു. വിമത സംഘമായ നാഷണൽ ലിബറേഷൻ ആർമിയുടെ ഗറില്ല പോരാളികൾ പ്രധാന നേതാക്കളെ ലക്ഷ്യമിടുന്നതായി കൊളംബിയൻ പ്രതിരോധ മന്ത്രി ഇവാൻ വെലാസ്കസ്. മ്യാൻമാർ പട്ടാള ഭരണകൂടത്തെ വിലക്കി ആസിയാൻ കൂട്ടായ്മ. മലേഷ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആസിയാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. തുടരുന്നു ബിസിനസ് ന്യൂസ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. 1 പവൻ സ്വർണത്തിന് 59,600 രൂപയായി. 15 രൂപയാണ് ഇന്ന് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,435 രൂപ. കാർബൺ കുറഞ്ഞ സ്റ്റീൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ ബജറ്റിൽ 15,000 കോടി രൂപ വകയിരുത്താൻ ഉരുക്ക് മന്ത്രാലയത്തിന്റെ ശുപാർശ. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപാദകരാണ് ഇന്ത്യ. രാജ്യത്തെ നിലവിലുള്ള സാമ്പത്തിക അന്തരീക്ഷം സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് അനുകൂലമാണെന്ന് സർവേ റിപ്പോർട്ട്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് സർവേ നടത്തിയത്. റീൽ വീഡിയോകളുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ച് ഇൻസ്റ്റഗ്രാം. റീൽസിന്റെ ദൈർഘ്യം 3 മിനിറ്റായി ഉയർത്തി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വിൻഫാസ്റ്റ് ആദ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രഖ്യാപിച്ചു. SUVകൾക്ക് 30 ലക്ഷം രൂപയിൽ താഴെയാണ് വില. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണികളിൽ നിന്ന് പിൻവലിച്ചത് 44,396 കോടി ഡോളറിന്റെ മൂല്യമുള്ള US ബോണ്ട്. ഇന്ത്യൻ ഓഹരികളുടെ ഉയർന്ന മൂല്യനിർണ്ണയം വിദേശ നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നു എന്ന് റിപ്പോർട്ട്. അടുത്ത 7 വർഷം കൊണ്ട് ഇന്ത്യയിലുടനീളം 600 പബ്ലിക് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നതായി ഹണ്ടേ മോട്ടോർ ഇന്ത്യ. ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായാണ് നടപടി. ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനത്തിന് ഇന്ന് ദാവോസിൽ തുടക്കം. ബൗദ്ധിക യുഗത്തിനായി സഹകരണം എന്നത് ഈ വർഷത്തെ പ്രമേയം. റെക്കോർഡിട്ട് രാജ്യത്തെ മൊബൈൽ ഫോൺ കയറ്റുമതി. 2024 കയറ്റുമതി മൂല്യം $20.4 ബില്യൺ കടന്നു. 2023 അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത് 44% വർധന. സ്പോർട്സ് ന്യൂസ്. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. 2 വിഭാഗത്തിലും നേപ്പാളിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര വിവാഹിതനായി. ഹരിയാന സ്വദേശി ഹിമാനി മോറാണ് വധു. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി ഇന്നിറങ്ങുന്നു. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ വൂൾസാണ് എതിരാളികൾ. ജയിച്ചാൽ ചെൽസി 4ാം സ്ഥാനത്തേക്ക് ഉയരും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിന്റെ 147 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം ടീമാണ് ഇതെന്ന് പരിശീലകൻ റൂബൻ അമോറിം.
ഓൾഡ് ട്രാഫോർഡിൽ പ്രീമിയർ ലീഗ് മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ബ്രൈറ്റനോട് പരാജയം ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെക്ക് ക്രമക്കേട് കേസിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ഷക്കിബുൽ ഹസനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. നേരത്തെ താരത്തിന് കേസിൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. BCCI നിയമങ്ങൾ കർശനമാക്കുന്നു. കൊൽക്കത്തയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കൂടാതെ വിദേശ പര്യടനങ്ങളിൽ കുടുംബതാമസം, പരമ്പരയിൽ വ്യക്തിഗത പ്രൊമോഷണൽ ഷൂട്ടിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളെയും BCCI പരിമിതപ്പെടുത്തും. കാണാം സാംസ്കാരിക സിനിമാ വാർത്തകൾ. മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഡൊമിനിക്ക ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷം ചെയ്യുന്ന ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. പ്രജേഷ് സെൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ദ സീക്രട്ട് ഓഫ് വിമൻ തിയേറ്ററുകളിലേക്ക് ഈ മാസം 31 ചിത്രം തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ നിരഞ്ജന അനൂപ്, അജു വർഗീസ്, ശ്രീകാന്ത് മുരളി, സുമാദേവി, മിഥുൻ വേണുഗോപാൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തും. പ്രേമലു സെക്കൻഡിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ജൂണിൽ സിനിമ ചിത്രീകരണം ആരംഭിക്കുമെന്ന റിപ്പോർട്ട്. ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും. ഇനി വൈറൽ ട്രെൻഡ്സ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി ബൈക്കിന്റെ പിറകിൽ യാത്ര ചെയ്യുന്ന നായ. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു AI വീഡിയോ. അമ്മയുടെ മുതുകിലിരുന്ന് ലോകം കാണുന്ന കുഞ്ഞുങ്ങളാണ് വീഡിയോയിൽ. ഫാക്ട് ചെക്ക്. ശ്രീലങ്കൻ ക്രിക്കറ്റർ ദാസുൻ ഷനക അന്തരിച്ചെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. ദേശീയപാത നിർമ്മാണത്തിന് എത്തിച്ച ക്രെയിൻ മോഷ്ടിച്ചെന്ന പരാതി. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം. ക്രെയിൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. രാജസ്ഥാനിൽ പിക്കപ്പും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. 2 മരണം, 4 പേർക്ക് പരിക്ക്. അപകടം നാഗൌറിലെ മുഡ്വൈക്ക് സമീപം. ഉത്തർപ്രദേശിൽ ഭൂചലനം 3.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ചൈനയിലെ സുഹായിൽ വാഹനമിടിച്ച് 35 പേരെ കൊലപ്പെടുത്തിയ ആളുടെ വധശിക്ഷ നടപ്പാക്കി. 2024 നവംബർ 11 കേസിനാസ്പദമായ സംഭവം. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. പരന്തൂർ വിമാനത്താവള വിപുലീകരണ പദ്ധതിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ കണ്ട് നടൻ വിജയ്. കർഷകർക്കൊപ്പം ഉണ്ടാകുമെന്ന് വിജയുടെ ഉറപ്പ്. പഞ്ചാബിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ഹൈദരാബാദിൽ വിദ്യാർത്ഥിക്ക് നേരെ വെടിയുതിർത്ത് അജ്ഞാതൻ. പ്രതിക്കായുള്ള അന്വേഷണം തുടങ്ങി. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു.